സാങ്കേതിക തകരാറിനെ തുടർന്ന് വൈകിയ വിമാനത്തിന് പകരം സംവിധാനം ഏർപ്പെടുത്തി ഇൻഡിഗോ. ഡൽഹി കൊച്ചി ഇൻഡിഗോ വിമാനമാണ് വൈകിയത്. 3 തവണ ടേക്ക് ഓഫിന് ശ്രമിച്ചിരുന്നുവെങ്കിലും സാധിച്ചിരുന്നില്ല. തുടർന്നാണ് മറ്റൊരു വിമാനം ഇപ്പോൾ ഏർപ്പെടുത്തി നൽകിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ശരിക്കും പ്രശ്നം? കുറെ നേരം ഈ യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പകരം വിമാനം ഏർപ്പെടുത്തി കൊടുത്തത് എത്ര നേരത്തിന് ശേഷമാണ്? ഉഷ, ഇന്ന് രാവിലെ 5 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 8 മണിയോടെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യേണ്ട ഇൻഡിഗോയുടെ വിമാനം 6E5273 അതാണ് സാങ്കേതിക പ്രശ്നം നേരിട്ടത്. 3 തവണ ഈ റൺവേയിലൂടെ ഓടിയെങ്കിലും വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നാലെ തിരിച്ച് ടെർമിനലിലേക്ക് തന്നെ എത്തി യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കി എന്നുള്ള കാര്യമാണ് യാത്രക്കാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. വിമാനത്തിന് സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിശദീകരണമായിരുന്നു ഇൻഡിഗോ അറിയിച്ചത്. പിന്നാലെ തന്നെ മറ്റൊരു വിമാനം ക്രമീകരിച്ച് നൽകാമെന്നുള്ള ഉറപ്പും യാത്രക്കാർക്ക് നൽകി. അങ്ങനെ ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു വിമാനം ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ബോർഡിംഗ് ആരംഭിച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ യാത്രക്കാരിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒരു ആശങ്കയുണ്ടായിരുന്നത് വിമാനം 3 തവണ ടേക്ക് ഓഫിന് ശ്രമിച്ചിട്ടും അത് നടന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം വിമാനം വൈകുന്നെങ്കിൽ പോലും അത് 3-4 മണിക്കൂർ മാത്രമായിരുന്നു വൈകിയത്. പക്ഷേ ഇത്തരത്തിൽ 3 തവണ റൺവേയിലൂടെ അത് ഓടി എന്നിട്ടും ടേക്ക് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല. അതൊരു ആശങ്ക സൃഷ്ടിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് യാത്രക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനുശേഷമായിരുന്നു എല്ലാവരും സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കി റിഫ്രഷ്മെന്റ്സ് എല്ലാം തന്നെ നൽകി ഉടൻ തന്നെ വിമാനം സജ്ജീകരിച്ച് നൽകാമെന്നുള്ള കാര്യം അറിയിച്ചതും ഇപ്പോൾ അല്പം മുൻപ് ഒരു 15 മിനിറ്റ് മുൻപാണ് ഈ പുതിയ വിമാനത്തിന്റെ ബോർഡിംഗ് തുടങ്ങിയത്. അത് അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിന്നും പറന്നുയരും എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇൻഡിഗോയും അറിയിച്ചിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.